ഈ സെപ്റ്റംബർ 14 വ്യാഴാഴ്ച 9 മണി കഴിഞ്ഞ ഈ സമയത്ത് നമുക്ക് ദൈവസന്നിധി കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ലൈനിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും വേണ്ടുവരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് പാട്ട് പാടുന്നതിനായിട്ട് സിസ്റ്റർ മീനു ജോഷുവായെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ലൈനിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ സന്ധ്യാവേളയിൽ പ്രയർ ലൈനിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ ഈ പ്രയർ ലൈനിലായിരിക്കുമ്പോൾ നമ്മൾ പലയിടങ്ങളിലായിരുന്നാലും നമുക്ക് ഒരുമിച്ച് പൂർണ്ണ മനസ്സോടെ, ആത്മാവോടെ, ഹൃദയത്തോടെയും ശക്തിയോടെ കൂടെ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗാനം പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം എന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം മേകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം മേകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. പരിമള തൈലം പോലേശുവിൻ നാമം, പാരങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോലേശുവിൻ നാമം, പാരങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. വാനിലും ഭൂവിലും മേലായ നാമം, വാനദി വാനവനേശുവിൻ നാമം. വാനിലും ഭൂവിലും മേലായ നാമം, വാനദി വാനവനേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതർക്കാലംബദായകനാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതർക്കാലംബദായകനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരു പോൽ വണങ്ങിടും നാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരു പോൽ വണങ്ങിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. എത്ര
മഹാത്ഭുതമേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം. എത്ര മഹാത്ഭുതമേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം ഇമ്പനാമം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഗാനം കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. താങ്ക് യു സിസ്റ്റർ നീനവും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നെയും ദൈവനാമത്തിന് വേണ്ടി പാടുവാനും ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടുവാനും പ്രയോജനപ്പെടുവാനും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പാടിയതുപോലെ നമ്മുടെ യേശുവിന്റെ നാമം ഹല്ലേലൂയ, അത് എത്ര അത്ഭുത നാമമാണ്, അതിശയ നാമമാണ്, പരിശുദ്ധ നാമമാണ്. ആശ്രിതർക്ക് ആലംബം നൽകുന്ന, വാഗ്ദത്തങ്ങളെ നൽകിയിടുന്ന മധുരമുള്ള ഇമ്പമായ നാമമാണല്ലോ. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഹല്ലേലൂയ, എല്ലാവരും ഒരുപോലെ വണങ്ങുന്ന ആ നാമം ഹല്ലേലൂയ. നമ്മുടെ പാപവും നമ്മുടെ ശാപവും ഒക്കെ നീക്കുന്ന നാമമായിരിക്കാൽ ആ നാമത്തിലാണല്ലോ രാത്രികാലവും നമ്മൾ കൂടി വന്നിരിക്കുന്നത്. കർത്താവിനെ പാടി ഹല്ലേലൂയ ദൈവത്തെ വാഴ്ത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാന് കർത്താവ് സഹായിച്ചല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് പോവുകയാണല്ലോ. നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ രാത്രികാലം ദൈവത്തിന്റെ വചനത്തിൽ ശുശ്രൂഷിക്കാനായിട്ട് ബ്രദർ ജോയൽ ജെയിംസിനെ ഒക്ലഹോമയിൽ നിന്നും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലൈനിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒക്ലഹോമ പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഈവനിങ് പ്രെയർ ലൈനില് മീറ്റിംഗില് വചന ശുശ്രൂഷിപ്പാൻ ദൈവം നൽകി തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയൊരു അവസരം ഒരുക്കി തരുവാൻ ദൈവം ഉപയോഗിച്ച കർത്തൃദാസൻ സാക്ചറിയാൻ പ്രിയ അങ്കിളിനോടുള്ള എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ ഇത്തരുണത്തിൽ അറിയിക്കുകയാണ്. എന്നെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തിയ എന്റെ പേര് ജോയൽ ജെയിംസ് എന്നാണ്. ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് 2 മാസം ആയി. നാട്ടില് എന്റെ സ്വദേശം ചെന്നിത്തലയാണ്. ഒരു കർത്തൃദാസന്റെ മകനായി ജനിച്ചു വളർത്തപ്പെടാൻ എനിക്ക് ദൈവം അവസരം നൽകി തന്നു. അതൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. എന്റെ 28 വയസ്സ് വരെ ഞാൻ നാട്ടിലായിരിക്കാൻ സ്വർഗ്ഗം ഇടയാക്കി. ഞാൻ അവിടെ നിന്ന് ഫാണ്ടി ഗ്രാജുവേറ്റ് ചെയ്ത് ഈ രാജ്യത്ത് കടന്നു വരുവാൻ സ്വർഗ്ഗം അവസരമൊരുക്കി. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് വിരമിക്കുകയാണ്. കാരണം ഇന്നിവിടെ നാം കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനാണ്. ഞാൻ വയസ്സിൽ ഒത്തിരി ചെറിയവനാണെന്നും ഹല്ലേലൂയ ഒത്തിരി യങ്ങർ ടു മോസ്റ്റ് ഓഫ് ദ വൺസ് അറ്റൻഡിങ് ദിസ് മീറ്റിംഗ് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അനേക കർത്തൃദാസന്മാർ ശുശ്രൂഷിച്ച ഒരു പ്ലാറ്റ്ഫോം ആണെന്നും അനേക കർത്തൃദാസന്മാർ എന്നേക്കാൾ വചനജ്ഞാനമുള്ള അറിവുള്ള അനേക ദൈവദാസന്മാർ ദൈവദാസിമാർ എന്നെ ശ്രവിക്കുന്നുണ്ടോ എന്ന ഉത്തമ ബോധ്യത്തോടെ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. അതുകൊണ്ട് എനിക്കറിയാം ഈ ടൈം നമ്മൾ പല ആക്ടിവിറ്റീസിൽ ആയിരുന്നായിരിക്കാം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്ന, ഒരുപക്ഷെ കാറിൽ ഇരുന്ന് ജോയിൻ ചെയ്യുന്നവരുണ്ടാകാം. ഈ ഒരു ടൈം ആയതുകൊണ്ട് പല കാര്യങ്ങളിൽ നാം മുഴുകി ആയിരിക്കാം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ദൈവമക്കളോട് ഞാനതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പറയട്ടെ, നാം ആയിരിക്കുന്നത് ഒരുപക്ഷെ ഒരുമിച്ച് കൂടി വരാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ കൂടിയും ആമേൻ വാഗ്ദത്തം ചെയ്ത ദൈവം ആമേൻ തന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആ റൂമുകളിൽ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന തികച്ച ആ ഒരു ബോധ്യത്തോടെയും ആ ഒരു റെവറൻസോടും ഭയത്തോടും ഭക്തിയോടും നാം ദൈവസന്നിധിയിലായിരിക്കാൻ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുന്ന നിമിഷങ്ങളായി ഈ പ്രാരംഭ നിമിഷങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ തന്നെ ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവമക്കൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ നാഥ ഇന്ന് അങ്ങനോടൊന്ന് സംസാരിക്കണം, അങ്ങയുടെ വചനം എന്നോടൊന്ന് ഇടപെടണം. കാരണം ഞാൻ എൻ്റെ ബുദ്ധിയിൽ നിന്നോ സ്വയത്തിൽ നിന്നോ ഒന്നും പറഞ്ഞാൽ അതൊന്നും
നമുക്കാർക്കും പ്രയോജനകരമായി തീരുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചാൽ, ആത്മാവ് നമ്മോട് സംസാരിച്ചാൽ, ആമേൻ ഹല്ലേലൂയ, രൂപാന്തരം നമ്മളിൽ സംഭവിക്കും. ആമേൻ ദൈവം ആഗ്രഹിക്കുന്ന സൗഖ്യം ദൈവത്തിന് അയക്കുവാൻ കഴിയുന്നത് വചനത്തിലൂടെയാണ്. ഹല്ലേലൂയ. നാം ഒരുക്കമുള്ള ഒരു വയല് പോലെ, ആമേൻ വിത്തുകൾ ആമേൻ വീഴുവാൻ ഒരുക്കമുള്ള ഒരു വയല് പോലെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ഈ രാത്രിയിലത്തെ ധ്യാനത്തിനായിട്ട് നമുക്കൊരു തിരുവെഴുത്ത് വായിക്കാം. ദൈവമക്കൾ, ബൈബിൾ ഉള്ളവർ അല്ലെങ്കിൽ വാക്യങ്ങൾ എടുക്കുവാൻ കഴിയുന്നവർ നമ്മളുടെ ശ്രദ്ധയെ നമുക്ക് 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിന്റെ 11-ാം അധ്യായം 24-25 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബുക്ക് ഓഫ് ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 11 വേഴ്സസ് 24-25. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് ഞാൻ ഇന്ന് ദൈവമക്കളുടെ മുൻപിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു വ്യക്തിയെ കുറിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വളരെ അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു മാൻ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ വൺ ഓഫ് ദി അൺസങ് ഹീറോസ് ഇൻ ദി ബൈബിൾ. ഒത്തിരി പ്രസംഗങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നാം കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ഹേമിച്ചത്. അങ്ങനെയെങ്കിൽ നമുക്ക് ശ്രദ്ധയെ നമുക്ക് 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് തിരിക്കാം. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുന്നു. ഇവ യഹോയാദയുടെ മകനായ ബെനായാവ് ചെയ്തു. 3 വീരന്മാരിൽ വെച്ച് കീർത്തി പ്രാപിച്ചു. അവൻ 30 പേരിലും മാനമേറിയവനായിരുന്നു. എങ്കിലും മറ്റ് 3 വരികയില്ല. ദാവീദ് അവനെ അകമ്പടി നായകനാക്കി. ഒരുപക്ഷെ നമുക്ക് ആളെ മനസ്സിലായി കാണും. ഞാനിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് യഹോയാദയുടെ മകനായ ബെനായാവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ആദ്യത്തെ ബെനായാവിനെ പരിചയപ്പെടുത്തുന്ന 22-ാം വാക്യം ഇപ്രകാരം വായിക്കുന്ന: ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബെനായാവും വീര്യപ്രവർത്തികൾ ചെയ്തു. പലപ്പോഴും നമ്മളുടെ ഫോക്കസ് മെയിനായിട്ട് പ്രസംഗിക്കപ്പെടുന്ന അബ്രഹാം, ദാവീദ്, മോശ, ഏലിയാവ്, എലീശ, അങ്ങനെ നമ്മുടെ ഫോക്കസുകൾ മാറിപ്പോകുമ്പോൾ ഹല്ലേലൂയ ഒത്തിരി അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ദൈവദാസന്മാരെ നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. ദൈവജനത്തിന്റെ ഉദ്ധാരണത്തിനായി, ദൈവജനത്തിന്റെ രക്ഷയ്ക്കായി, ആമേൻ, ദൈവം തന്റെ ജനമായി ഇസ്രായേലിനെ കുറിച്ച് അരുളി ചെയ്ത വാഗ്ദത്തം നിറവേറ്റാനായി ഇൻസ്ട്രുമെന്റലായി തീർന്ന അനേക വ്യക്തി ജീവിതങ്ങളെ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് യഹോയാദയുടെ മകനായ ബെനായാവ്. ബെനായാവ് എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ പേരിന്റെ അർത്ഥം യാഹ്വേ ബിൽഡ്സ്, അല്ലെങ്കിൽ യഹോവ പണിയുന്നു. ഹല്ലേലൂയ. യഹോവ പണിഞ്ഞ് അവൻ തന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ ഹിതം തന്റെ ദാസന്റെ ജീവിതത്തിലും ദൈവജനത്തിന്റെ ജീവിതത്തിലും നിറവേറ്റാനായിട്ട്, അവരെ ഒരു പണിക്കായിട്ട് അല്ലെങ്കിൽ ആ ഒരു വാഗ്ദത്തം നിറവേറുന്ന ആ ഒരു പ്രോസസ്സിൽ ദൈവം ശക്തിയായിട്ട് കരങ്ങളിൽ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് യഹോയാദയുടെ മകനായ ബെനായാവ്. ഹല്ലേലൂയ. നാം ഇപ്രകാരം നമുക്കറിയാം, ഈ 11-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദാവീദിന്റെ വീരന്മാരാണ്. 10-ാം അധ്യായത്തിൽ നമുക്കറിയാം ശൗൽ മരിക്കുകയാണ്. ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ ശൗൽ മരിക്കുകയാണ്. 11-ാം അധ്യായത്തിൽ ദാവീദിനെ ഇസ്രായേൽ ജനമൊക്കെയും രാജാവാക്കേണ്ടതിന് ദാവീദിന്റെ അടുക്കലേക്ക് ഇസ്രായേൽ ജനം ഹെബ്രോനിലേക്ക് എത്തുന്ന ഒരു ചാപ്റ്ററാണ് ഈ 11-ാമത്തെ അധ്യായം. അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം നമുക്കറിയാം, ദാവീദിന്റെ വീരന്മാരുടെ ഒരു ലിസ്റ്റാണ്. ഹല്ലേലൂയ. അവർ വെറുതെ വീരന്മാരായതല്ല. ആ 10-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ വചനപ്രകാരം അവനെ രാജാവാക്കേണ്ടതിന് അവർ എല്ലാ ഇസ്രായേലുമായി രാജത്വം സംബന്ധിച്ച് അവന്റെ പക്ഷം മുറുകെ പിടിച്ചു. അവൻ ദൈവജനമായി ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ ഹിതം, അവൻ തന്റെ ദാസനായ ദാവീദിനെ കുറിച്ച് ദൈവം ശമൂവേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്ത വാഗ്ദത്തം നിറവേറുവാൻ വേണ്ടി ദൈവകരങ്ങളിലേക്ക് ദൈവം ചില വ്യക്തി ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കുക. ദൈവം ചില വീരന്മാരെ ദാവീദിന് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എന്തിന്? ദൈവത്തിന്റെ വാഗ്ദത്തം ദാവീദിന്റെ ജീവിതത്തിൽ നിറവേറണം. ഹല്ലേലൂയ. 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ശമൂവേൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത്: നീ കൊമ്പിൽ തൈലം നിറച്ച് ഇശായിയുടെ ഭവനത്തിലേക്ക് പോവുക, അവന്റെ മക്കളിൽ ഒരു രാജാവിനെ ഞാൻ കണ്ടിരിക്കുന്നു. നാളുകൾ ഏറെയായി ആ വാഗ്ദത്തം കേട്ടിട്ട്, നാളുകൾ ഏറെയായി ആ വാഗ്ദത്തം ദാവീദ് പ്രാപിച്ചിട്ട്, എന്നാൽ ചില വർഷങ്ങളായി അതൊന്നും പ്രാപിക്കുവാൻ കഴിയാതെ, വാഗ്ദത്തം നിറവേറുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇതാ 1 ദിനവൃത്താന്തം 11-10 നാം വായിക്കുന്നു, യഹോവയുടെ വചനപ്രകാരം, ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ വചനപ്രകാരം അവനെ രാജാവാക്കേണ്ടതിന് ചില വ്യക്തികളെ ദാവീദിന്റെ അടുക്കിലേക്ക് ദൈവം അയക്കുക. ചില വ്യക്തി ജീവിതങ്ങളെ തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വാഗ്ദത്ത നിവർത്തിക്കായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കുക. ചില വീരന്മാരെ
ഈ വാഗ്ദത്ത നിവർത്തി താൻ പ്രാപിക്കേണ്ടതിന് ഹല്ലേലൂയ ദൈവം തന്റെ ജീവിതത്തിൽ ആമേൻ നൽകി കൊടുക്കുകയാണ്. ആമേൻ നമുക്ക് ആ 11 അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, ആ അധ്യായം മുഴുവൻ നാം വായിക്കുമ്പോൾ അത് ദാവീദിന്റെ വീരന്മാരെ കുറിച്ചാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആമേൻ ആദ്യത്തെ വീരനെ കുറിച്ച് നാം ഇപ്രകാരം വായിക്കുന്നു: 30 പേരിൽ പ്രധാനിയായ ഹക്കമോന്യന്റെ മകനായ യാശോബയാം, അവൻ 300 പേരുടെ നേരെ കുന്തമോങ്ങി ഒരേ സമയത്ത് അവരെ കൊന്നുകളഞ്ഞു. അതിനുശേഷം ഹോഹിയനായ ദോദോവിന്റെ മകൻ എലയാസാർ, അവൻ 3 വീരന്മാരിൽ ഒരുത്തനായിരുന്നു. ആമേൻ ഫെലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ പടജ്ജനമെല്ലാം വിട്ടുപോയപ്പോൾ ദാവീദിനോട് ചേർന്ന് നിന്ന് ഒരു വയല് ഫെലിസ്ത്യരിൽ നിന്ന് സംരക്ഷിച്ച ധീരനായ ഒരു വീരനാണ് ഹല്ലേലൂയ എലയാസർ എന്ന് പറയാം. അതിനുശേഷം ആമേൻ ബേത്ലഹേമിന്റെ മുൻപിലുള്ള ഫെലിസ്ത്യ കാവൽ പട്ടാളത്തിന്റെ നടുവിലൂടെ ആമേൻ തങ്ങളുടെ ജീവനെ പോലും ദാവീദിന്റെ ഇഷ്ടത്തിന് വേണ്ടി ദാവീദ് പറയുന്നുണ്ട്, ആമേൻ ആ കാവൽ പട്ടാളത്തെ മറികടന്ന് ബേത്ലഹേമിലെ ഹല്ലേലൂയ ആ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കൊണ്ടുതരും. ദാവീദിന്റെ ഇഷ്ടത്തെ മുൻപിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഹല്ലേലൂയ ദാവീദിന്റെ ഇഷ്ടം നിറവേറ്റാനായി 3 വീരന്മാർ കടന്നുപോയി. ആമേൻ അവർ സക്സസ്ഫുള്ളി ആ കാവൽ പട്ടാളത്തെ മറികടന്ന് ദാവീദിന്റെ ഇഷ്ടം നിറവേറ്റി മടങ്ങി വരിക. അടുത്ത വീരനെ കുറിച്ച് നാം വായിക്കുന്നു യോവാബിന്റെ സഹോദരനായ അബീശായി. അവൻ 3 തലവനായിരുന്നു. അവൻ 3 പേരുടെ നേരെ കുന്തമോങ്ങി അവരെ കൊന്നു. അതുകൊണ്ട് അവൻ ആ 3 വെച്ച് കീർത്തി പ്രാപിച്ചു. ആമേൻ 10-ാം അധ്യായത്തിന്റെ മുൻപ് നമുക്ക് കാണാൻ കഴിയുന്നു, യെബൂസ്യരെ ആമേൻ ഒതുക്കി ആ പട്ടണം ദാവീദിന് വേണ്ടി ജയിച്ച് യോവാബ് അവരുടെ തലവനായി. ഇത്രയും വീരന്മാർക്ക് ശേഷം പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഹല്ലേലൂയ കപ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബെനായാവ്. ഹല്ലേലൂയ നാം ആ അച്ചീവ്മെന്റ്സ്, അതിന്റെ ബെനായാവിന് മുൻപ് ഉള്ള ആമേൻ വീരന്മാരുടെ അച്ചീവ്മെന്റ്സ് നോക്കുമ്പോൾ ഹല്ലേലൂയ വളരെ വലിയ കാര്യങ്ങളാണ് ചെയ്തത്. 2 പേർ 300 പേര് വീതം ശത്രു സൈന്യത്തെ തകർത്തവരാ. ഒരുവൻ എല്ലാരും വിട്ടുപോയപ്പോൾ ദാവീദിനോട് ചേർന്ന് നിന്ന് ഫെലിസ്ത്യരിൽ നിന്ന് ഒരു നിലം വീണ്ടെടുത്ത് ധൈര്യശാലിയായ ഒരുവനാ. മറ്റു 3 പേർ അല്ലെങ്കിൽ അവരുടെ ജീവനെ പോലും വകവയ്ക്കാതെ ദാവീദിന്റെ ഇഷ്ടം നിറവേറ്റാൻ പോയവരാ. യോവാബ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഒതുക്കി ഒരു പട്ടണത്തെ ദാവീദിന് സുരക്ഷിതമായി കൊടുത്ത് തലവനായി സേനാധിപതിയായി മാറിയ വ്യക്തിയാണ്. അവർക്ക് ശേഷം ഇതാ ഒരു മനുഷ്യൻ വരുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നു, പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബെനായാവ്. ഹല്ലേലൂയ മറ്റാർക്കും ഇല്ലാത്തൊരു ഇൻട്രൊഡക്ഷനാണ്. ഈ ഇൻട്രൊഡക്ഷനിൽ ബെനായാവ് മറ്റുള്ള വീരന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ്. ബെനായാവ് ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യം തനിക്ക് ഒട്ടും ഫേവറബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ മറ്റുള്ളവര് ഒരുപക്ഷെ പാഷൻ കൊണ്ട് ദാവീദിന്റെ വീരന്മാരായവരായിരിക്കാം, തങ്ങളുടെ ഇഷ്ടം കൊണ്ട് യോദ്ധാവായി മാറിയവനായിരിക്കാം. എന്നാൽ ബെനായാവിനെ കുറിച്ച് പറയുന്നു, അവൻ ഒരു പരാക്രമശാലിയുടെ പരമ്പരയിൽ പിറന്നവനാ. അവന്റെ മേൽ എക്സ്പെക്ടേഷൻസിന്റെ ഭാരമുണ്ട്, അവന്റെ മേൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദമുണ്ട്. നമുക്കറിയാം, ഒരു ഡോക്ടറുടെ മകൻ വളർന്നു വലുതായ നാം ചോദിക്കും, ഹല്ലേലൂയ പിതാവിനെ പോലെ ഒരു ഡോക്ടർ ആകാനാണോ? അല്ലെങ്കിൽ ഒരു പാസ്റ്റർ മകൻ ആണെങ്കിൽ ഒരുപക്ഷെ അവരോട് ചോദിച്ചേക്കാം, വളർന്നു വരുമ്പോൾ പിതാവിനെ പോലെ ഒരു പാസ്റ്റർ ആണോ ആഗ്രഹമെന്ന്. ഒരുപക്ഷെ അങ്ങനെ ആണെന്നിരിക്കട്ടെ, പിതാവിനെ പോലെ തന്നെ ആ ഒരു പ്രൊഫഷനിൽ തുടരാനാണ് താല്പര്യമെങ്കിലും എപ്പോഴും ഒരു കമ്പാരിസൺ അവരുടെ മേലുണ്ടാകും. എത്ര നന്മ ചെയ്താലും എത്ര ഫീറ്റ്സ് അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഈ പിതാവിന്റെ അത്ര സക്സസ്ഫുൾ ആയില്ലെങ്കിൽ മനുഷ്യർ പറയും, അല്ലെങ്കിൽ ഹിസ് ഫാദർ വാസ് എ ഗ്രേറ്റ് പേഴ്സൺ ബട്ട് ഹി ഈസ് നോട്ട് ഗുഡ് ഇനഫ്. അല്ലെങ്കിൽ അവന്റെ പിതാവ് നല്ലൊരു ഡോക്ടറായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു പാസ്റ്ററായിരുന്നു, ബട്ട് ദിസ് ഗായ് ഈസ് നോട്ട് ഗുഡ് ഇനഫ്. ഇവൻ ആ ഒരു മാർക്കിന്റെ അത്ര എത്തിയില്ല. എപ്പോഴും ഒരു കമ്പാരിസന്റെ ഭാരം, ഒരു എക്സ്പെക്ടേഷൻസിന്റെ ഭാരം ഒരു സക്സസ്ഫുൾ ആയ പിതാവിൽ നിന്ന് ജനിച്ച മക്കൾക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഒരു സൈഡിൽ അതൊരു അഭിമാനത്തിന്റെ ഇതാണെങ്കിൽ മറ്റൊരു സൈഡിൽ എപ്പോഴും അവർക്കൊരു കമ്പാരിസൺ ഉണ്ടാകും. തന്റെ ഭവനത്തിൽ നിന്ന് തന്നെ ഒരു കമ്പാരിസന്റെ ഭാരം, ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം, മറ്റ് വീരന്മാരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു മനുഷ്യൻ ബെനായാവിനെ വ്യത്യസ്തനാക്കി തീർത്തത് അവൻ ഒരു പരാക്രമശാലിയുടെ തലമുറയാ, അവൻ ഒരു യോദ്ധാവിന്റെ തലമുറയാ, അവൻ ഒരു ധീരന്റെ തലമുറയാ, അവനൊരു ധീരൻ ബൈ ചോയ്സ് അല്ല. അവനൊരു ജനിച്ചു വീണ സാഹചര്യം തന്നെ, ചെറുപ്പം തൊട്ട് അവൻ വളർന്നു വന്ന സാഹചര്യം തന്നെ ആൾക്കാർ അവനോട് ചോദിക്കുന്നത്, പിതാവിനെ പോലെ ഒരു ധൈര്യശാലി ആകാനാണോ നിന്റെ താല്പര്യം? എന്താണ് വളർന്നു വലുതാകുമ്പോൾ നിന്റെ ആഗ്രഹം? ഒരുപക്ഷെ ബൈ ചോയ്സ് ആയിരിക്കുകയില്ല, ജനിച്ചു വീണ സാഹചര്യം കൊണ്ട് ഒരു പരാക്രമശാലിയായി മാറിയ ഒരു വ്യക്തിയാകാം.
ഹല്ലേലൂയ ബെനായാവ്. ആമേൻ മറ്റു പ്രഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ ബെനായാവ് വന്ന ലിസ്റ്റ് ആമേൻ വളരെ അച്ചീവ്മെന്റ്സ് ഉള്ള ആമേൻ യോദ്ധാക്കളുടെ ഒരു ലിസ്റ്റാണ്. ഹല്ലേലൂയ യാശോബയാം ആമേൻ 300 പേരെ ഒറ്റയ്ക്ക് കൊന്നവനാ. ഹല്ലേലൂയ ആമേൻ അബീശായി 300 പേരെ അവരുടെ നേരെ കുന്തമോങ്ങി ആമേൻ 300 പേരെ കൊന്നവനാ. മറ്റൊരുവൻ ആമേൻ ധീരനായ എലയാസർ സകലരും ദാവീദിനെ ഉപേക്ഷിച്ച് പടജനമെല്ലാം ഓടിപ്പോയപ്പോൾ ദാവീദിനോട് ചേർന്ന് നിന്ന് ഒരു ഹല്ലേലൂയ ഒരു ഫീൽഡ് ആമേൻ ഇസ്രായേൽ വേണ്ടി സേവ് ചെയ്ത ഒരു ധീരനായ മനുഷ്യൻ. മറ്റു 3 വീരന്മാരെ കുറിച്ച് പറയുന്നത് അവരവരുടെ ജീവനെ പോലും വകവയ്ക്കാതെ ഹല്ലേലൂയ ദാവീദിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഹല്ലേലൂയ ബേത്ലഹേമിലെ ആമേൻ ആ കിണറ്റിലേക്ക് ആമേൻ ഫിലിസ്തീയ കാവൽ പട്ടാളത്തെ മറികടന്നു പോയവന് അതിനുശേഷം വരുന്ന ഇവന് ഹല്ലേലൂയ നമുക്കറിയാം ഒരു നല്ല ലീഡർഷിപ്പിന് ശേഷം വരുന്ന ആമേൻ ആർക്കും ആ ഒരു എക്സ്പെക്ടേഷൻ ആമേൻ ജനങ്ങൾ കൽപ്പിക്കാറുണ്ട്. കാരണം ഒരു നല്ല പ്രസിഡന്റ് ആണെങ്കിൽ ആമേൻ അദ്ദേഹത്തിന് ശേഷം വരുന്ന ആമേൻ പ്രസിഡന്റിന്റെ മേൽ എക്സ്പെക്ടേഷൻസിന്റെ ഒരു ഭാരമുണ്ട്. ഇദ്ദേഹത്തെ പോലെ ഒരു സക്സസ്ഫുൾ പ്രസിഡന്റിനെ ആയിരിക്കും ജനം വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തെ പോലെ ഒരു കഴിഞ്ഞ പ്രസിഡന്റിനെ പോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡറിനെ ആയിരിക്കാം ഹല്ലേലൂയ ജനം ആമേൻ ഇനിയും നെക്സ്റ്റ് അപ്കമിംഗ് ആയിട്ടുള്ള ആമേൻ ആ ഒരു പ്രസിഡന്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ആമേൻ ബൈ ബർത്ത് തന്നെ എക്സ്പെക്ടേഷൻസിന്റെ ഒരു ഭാരം ആമേൻ തന്റെ തോളിലുള്ള ഒരു വ്യക്തിയായിരുന്നു ബെനായാവ്. ഹല്ലേലൂയ ആമേൻ അതുകൂടാതെ അവൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ തന്നെ ഒത്തിരി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ്, ഒത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള ആമേൻ എക്സ്പെക്ടേഷൻസിന്റെ കമ്പാരിസൺസിന്റെ ആമേൻ ഭാരം പേറിയ ഒരു ബാല്യകാലം. അവൻ വളർന്നു വലുതായപ്പോൾ ഹല്ലേലൂയ അവൻ വന്നുപെട്ട ലിസ്റ്റ് ഹല്ലേലൂയ ദാവീദിന്റെ വീരന്മാരുടെ ലിസ്റ്റ് ഒത്തിരി ഫീറ്റ്സ് അച്ചീവ് ചെയ്ത വീരന്മാർക്ക് ശേഷമാണ് ബെനായാവിനെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുന്നത്. ഒത്തിരി എക്സ്പെക്ടേഷൻസിന്റെ ഭാരമുണ്ടായെങ്കിലും അവന് ക്വിറ്റ് ചെയ്യാൻ, അവന് വേറെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ഒത്തിരി സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഇവിടെ ബെനായാവിനെ കുറിച്ച് നാം വായിക്കുന്നു ആമേൻ ഹി ഡിഡ് നോട്ട് ക്വിറ്റ്. അവൻ ക്വിറ്റ് ചെയ്യുന്നില്ല. പ്രഷർ ഉണ്ട്, അതെ ശരിയാണ്, ടെൻഷൻസ് ഉണ്ട് ശരിയാണ്, എക്സ്പെക്ടേഷൻസ് ഉണ്ട് ശരിയാണ്, കമ്പാരിസൺ ഉണ്ട് ശരിയാണ്. എത്ര നല്ലത് ചെയ്താലും പിതാവിന്റെ അത്രയോ അല്ലെങ്കിൽ തന്റെ മുൻപത്തെ വീരന്മാരുടെ അത്രയോ ഫീറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹല്ലേലൂയ ആൾക്കാർ അവനെ കുറ്റപ്പെടുത്തും. അതല്ല ശരി. എന്നാൽ ഇതൊന്നും ബെനായാവിനെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നില്ല. ഹല്ലേലൂയ ബെനായാവിന് മനസ്സിലായി ഹല്ലേലൂയ ഞാൻ തന്നെ എഴുന്നേറ്റതല്ല, ദൈവം എന്നെ ഒരു പർപ്പസിന് എഴുന്നേൽപ്പിച്ചു. 11:10 വായിക്കുന്നത് പോലെ ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ വചനപ്രകാരം അവൻ ചിലരെ എഴുന്നേൽപ്പിച്ചതാ. ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റാനാ ഞാൻ എഴുന്നേറ്റതല്ല, എന്നെ തിരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ എന്നെ ചില പർപ്പസിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ ആ പർപ്പസിന് വേണ്ടിയാണോ ഞാൻ എഴുന്നേറ്റത്, അല്ലെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചത് ആ പർപ്പസ് നിറവേറ്റുവാൻ. ഒരുപക്ഷെ എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവുണ്ടാവുകയില്ല, മറ്റുള്ള ഹല്ലേലൂയ വീരന്മാരെ പോലെ ക്ലെയിം ചെയ്യാൻ അച്ചീവ്മെന്റ്സ് ഒന്നും എനിക്ക് ഉണ്ടായെന്ന് വരികയില്ല. പക്ഷേ ഹല്ലേലൂയ എന്നെ തിരഞ്ഞെടുത്ത ഒരു യഹോവയുണ്ട്. അവൻ സകലത്തെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനത്രേ. അവൻ മരുഭൂമിയിൽ നീരൊഴുക്കുകൾ അസാധ്യതകളുടെ നടുവിൽ സാധ്യതകൾ നൽകി തരുന്ന ഒരു കർത്താവാണ്. അവൻ ബലഹീനനെ ബലവാനാക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ ഒന്ന് പരാക്രമശാലിയുടെ മകനായ ബെനായാവ്. 2 he started slow. ബെനായാവിനെ കുറിച്ച് നാം വായിക്കുന്ന ബെനായാവിന്റെ 3 വീര്യപ്രവർത്തികൾ. 1 അവൻ മോവാബിലെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചു. 2 അവൻ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്നൊരു സിംഹത്തെ കൊന്നു. 3 അവൻ 5 മുഴം പൊക്കമുള്ള ദീർഘകായനായ ഒരു മിസ്രയീമ്യനെയും സംഹരിച്ചു. ഈ 3 വീര്യപ്രവർത്തികളാണ് ബെനായാവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് മെൻഷൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ he started slow. ഹല്ലേലൂയ ബെനായാവിന്റെ ആദ്യത്തെ പ്രവൃത്തി നാം വായിക്കുന്ന മോവാബിലെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചു. ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദാവീദിനെ സംബന്ധിച്ച് അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ല. കാരണം ബെനായാവിന് മുമ്പുണ്ടായിരുന്ന ഹല്ലേലൂയ വീരന്മാർ 300 പേരെ കൊന്നതാ. 300 പേരെ കൊന്നവന്റെ പിൻഗാമിയായിട്ട് വന്നവന് 2 പേരെ കൊല്ലുക അല്ലെങ്കിൽ ശത്രു സൈന്യത്തിൽ 2 പേരെ സംഹരിക്കാനേ കഴിഞ്ഞുള്ളൂ. നമുക്ക് വേണമെങ്കിൽ പറയാം his achievements were not worth mentioning. പറയാൻ പ്രത്യേകിച്ച് തക്കതായ ഒരു അച്ചീവ്മെന്റ് ഒന്നും അല്ല. നാം ഒരു റേഷ്യോ എടുക്കുകയാണെങ്കിൽ ബെനായാവ് 2 പേരെ കൊന്നു, യാശോബയാമും അബീഷായും 300 പേരെ കൊന്നു. ഒരു 2:300 റേഷ്യോയിലാണ് ബെനായാവിന്റെ അച്ചീവ്മെന്റ് ജനം വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ 1:150. സോ അവന്റെ അച്ചീവ്മെന്റ് ഈസ് നോട്ട് ഈവൻ വർത്ത് മെൻഷനിങ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഒന്നും തന്നെ ബെനായാവിനെ സ്റ്റാർട്ട് ചെയ്തതിൽ നിന്ന് പുറമോട്ട് വലിക്കുന്നില്ല. ബെനായാവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നിട്ടും, പ്രഷർ ഉണ്ടായിട്ടും, എക്സ്പെക്ടേഷൻസ് ഉണ്ടായിട്ടും, കമ്പാരിസന്റെ ഭാരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇവൻ 2 പേരെ നിഗ്രഹിച്ചു
ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ട് പോലും തനിക്ക് വേണ്ട ആ ഒരു അക്സെപ്റ്റൻസോ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനോ ലഭിക്കുന്നില്ല. പക്ഷെ സ്റ്റിൽ ഹി സ്റ്റാർട്ടഡ്. അവൻ സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. വളരെ താഴ്ന്ന നിലവാരത്തിൽ തന്റെ മുമ്പുള്ള വീരന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ താണ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും ഹല്ലേലൂയ സ്റ്റാർട്ട് ചെയ്യാൻ ഇടയായി തീർന്നു. ബെനായാവിന് പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മോട് പറയാനുള്ളത്, നാമും ബെനായാവിനെ പോലെ ദൈവത്താൽ ചില വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിനായി, ദൈവത്തിന്റെ ചില ഇഷ്ടം നമ്മിൽ നിറവേറാനായി, തന്റെ ജനത്തിന്റെ ഉദ്ധാരണത്തിനായി, തന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായി, തന്റെ ജനത്തിന്റെ ഭാവിക്കായി നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവം അനേക വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ നിറവേറലിനായിട്ട് ബെനായാവിനെ പോലെ എഴുന്നേൽപ്പിക്കപ്പെട്ടവരാ നാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നാം ജനിച്ചു വീണ സാഹചര്യം ബെനായാവിനെ പോലെ ഫേവറബിൾ ആയിരിക്കില്ല. ഒത്തിരി പ്രഷർ നമ്മുടെ മേലുണ്ടാകാം. നാം ഇന്ന് ആയിരിക്കുന്ന സാഹചര്യം ബെനായാവിനെ പോലെ ഒട്ടും ഫേവറബിൾ അല്ല. പക്ഷെ ബെനായാവിന് ഇതൊന്നും പിന്നോട്ട് വലിച്ചില്ലെങ്കിൽ ബെനായാവ് നമ്മോട് പറയും, ഒബ്ജക്ഷൻസും ചാലഞ്ചസും ഒത്തിരി ഉണ്ടാക്കാം. ബട്ട് സ്റ്റിൽ ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. വിക്ടറി ബിലോങ്സ് ടു ദ ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി ഒബ്ജക്ഷൻസ് ഉണ്ടായേക്കാം, ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നും നമ്മെ പുറമോട്ട് വലിക്കരുത്. ആദ്യത്തെ സ്റ്റെപ്പ് വിശ്വാസത്തോടെ എടുക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ബെനായാവ് പറയാം, ഒരുപക്ഷെ നമ്മൾ സ്ലോ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ കമ്പാരിസൺ ടു അതേഴ്സ്. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ലോ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് വിശ്വാസത്തോടെ എടുക്കാൻ തയ്യാറാണെങ്കിൽ യുദ്ധം യഹോവയ്ക്കുള്ളതാ. വിജയം യഹോവയ്ക്കുള്ളതാ. അവൻ ശക്തി നമ്മളിൽ പകരുക തന്നെ ചെയ്യും. അടുത്ത ഫീറ്റ് നാം വായിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത അച്ചീവ്മെന്റ്, അവൻ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെ കൊന്നുകളഞ്ഞു. നമുക്കറിയാം ആ അധ്യായത്തിൽ ബെനായാവിന് മുമ്പുള്ള വീരന്മാരെല്ലാം അവരുടെ യുദ്ധം, പോരാട്ടം, അവർക്ക് ലഭിച്ച ചാലഞ്ചസ് എല്ലാം മനുഷ്യരുമായിട്ടായിരുന്നു. ഇതാ ബെനായാവിന് മാത്രം അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഇൻട്രൊഡക്ഷൻ പരിശുദ്ധാത്മാവ് കൊടുത്ത് രംഗപ്രവേശം ചെയ്യിപ്പിക്കുന്ന ബെനായാവിന് മറ്റു വീരന്മാർക്ക് ഇല്ലാത്ത ഒരു പരീക്ഷ, മറ്റു വീരന്മാർക്ക് ഇല്ലാത്ത ഒരു പ്രതികൂലം, മറ്റു വീരന്മാർക്കില്ലാത്ത ഒരു ഹല്ലേലൂയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയാ. ഹല്ലേലൂയ. പക്ഷെ ഒരു വേള ബെനായാവ് ചിന്തിച്ചേക്കുന്ന, അതാ യാശോബയാമിന് ഇല്ലാത്ത പരീക്ഷയാണല്ലോ എന്റെ ജീവിതത്തിൽ വരുന്നത്. ഹല്ലേലൂയ. എനിക്ക് മുമ്പുണ്ടായ അബീശായിക്ക് ഇല്ലാത്ത ഒരു പ്രതിസന്ധിയാണല്ലോ എനിക്കുണ്ടായത്. നമുക്കറിയാം മനുഷ്യനേക്കാൾ എത്രയോ ശക്തിയുറ്റതാണ് സിംഹം. ഹല്ലേലൂയ. ഞാനൊരു റിസർച്ച് നടത്തിയപ്പോൾ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടുവാൻ കഴിവുള്ള ഹല്ലേലൂയ മനുഷ്യൻ ഉസൈൻ ബോൾട്ട് ആണ്. ഉസൈൻ ബോൾട്ടിന് ഓടുവാൻ കഴിയുന്നത് 27 മൈൽസ് പെർ അവർ ആണ്. പക്ഷെ ഒരു സിംഹത്തിന് ഈസി ആയിട്ട് 50 മൈൽസ് പെർ അവർ. ലോകത്തിൽ ഏറ്റവും വേഗതയിൽ ഓടുന്ന മനുഷ്യനേക്കാൾ ഒരു നോർമൽ സിംഹത്തിന് 50 മൈൽസ് പെർ അവർ ഹല്ലേലൂയ ആണ് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യനേക്കാൾ എത്രയോ ഫാസ്റ്ററായിട്ട്, എത്രയോ ക്വിക്കായിട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു എതിരാളിയാണ് ബെനായാവ് ഫേസ് ചെയ്യുന്നത്. നമുക്കറിയാം ചില ട്രാൻസ്ലേഷൻ നാം ഇപ്രകാരം വായിക്കുന്നു, ഹി വെന്റ് ആൻഡ് ചേസ്ഡ് ദ ലയൺ ടു ഇറ്റ്സ് den അല്ലെങ്കിൽ ടു ഇറ്റ്സ് കേവ്. ഹല്ലേലൂയ. ഇത് ബെനായാവിനെതിരെ വന്നല്ലോ. ഒരുപക്ഷെ അവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയൊരു ശത്രുവായിരിക്കാം. പക്ഷെ അതുകൊണ്ട് നിർത്തുന്നില്ല. അതുകൊണ്ട് അവൻ നിർത്തുന്നില്ല. അവൻ ആ ഡെന്നിലേക്ക്, ആ കേവിലേക്ക് ഓടുകയാണ്. ശത്രുവിനെ ചേസ് ചെയ്ത് ഓടുകയാണ്. നമുക്കറിയാം സിംഹമാ സാധാരണ ഇരയെ ചേസ് ചെയ്യുന്നത്. ഇവിടെ ഇതാ ശത്രുവിനെ ചേസ് ചെയ്യുന്ന ഒരു ബെനായാവ്. ഹല്ലേലൂയ. ബെനായാവ്, നിനക്ക് ഈ ധൈര്യം എവിടുന്ന് കിട്ടി? നിനക്ക് ഈ ബലം എവിടുന്ന് കിട്ടി? നിന്നെ പരിഹസിക്കാനും നിന്നെ കമ്പയർ ചെയ്ത് നിന്റെ അച്ചീവ്മെന്റ്സിനെ കുറച്ചു കാണുവാനും നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ നിനക്ക് ഈ ബലം എവിടുന്ന് കിട്ടി? ബെനായാവ് പറയും, ഞാൻ ഈ സിംഹത്തെ കുറിച്ച് എന്റെ രാജാവായ ദാവീദിനോട് കംപ്ലൈന്റ് ചെയ്താൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ രാജാവായ ദാവീദ് പറയും, ഐ ഹാവ് ബീൻ ദേർ, ഞാൻ ഇതിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ പാടി, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എന്റെ രാജാവായ ദാവീദ് എങ്ങനെ സിംഹത്തെ ഒതുക്കി? തന്റെ ദൈവത്താൽ. ഞാനും കടന്നു പോകുന്നത് എന്നെ എഴുന്നേൽപ്പിച്ച ആ ദൈവത്തിന്റെ ബലത്തിലാ. ഹല്ലേലൂയ. ചേസറായ, ഹല്ലേലൂയ, ഇരയെ ചേസ് ചെയ്യുന്ന ശത്രുവിനെ ഇതാ ചേസ് ചെയ്യുന്ന ഒരു ബെനായാവ്. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ മനുഷ്യനേക്കാൾ എത്രയോ സ്ട്രോങ്ങർ ആണ് ഈ സിംഹം, എത്രയോ ബലമുള്ളവനാണ് ഈ സിംഹം. ഹല്ലേലൂയ. കേവലം മനുഷ്യരുമായിട്ടായിരുന്നു തനിക്ക് മുമ്പുണ്ടായിരുന്ന വീരന്മാർക്ക് പോരാട്ടം ഉണ്ടായിരുന്നത്. ഇതാ ബെനായാവിന് കാട്ടിലെ രാജാവുമായിട്ടാണ് യുദ്ധം, കാട്ടിലെ രാജാവുമായിട്ടാണ് പ്രതിസന്ധി, കാട്ടിലെ രാജാവാണ് തന്റെ ശത്രുവായിട്ട് മുൻപിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഒരു വേള
ബെനായാവ് ആമേൻ ചോദിച്ചേക്കാം, നാഥ എന്തുകൊണ്ട് എനിക്ക് ആമേൻ മറ്റുള്ളവർക്കില്ലാത്ത ശോധന വന്നു, മറ്റുള്ളവർക്കില്ലാത്ത ഒരു ശത്രു ആമേൻ. പ്രത്യേകിച്ച് ഈ സിംഹം എന്ന് പറയുന്നത് കഴിഞ്ഞ നാളുകളിൽ അനേക ഫാമിലീസിന്റെ ഹോപ്സ് നശിപ്പിച്ചവനാ ആമേൻ. ഹല്ലേലൂയ. അനേക കുടുംബങ്ങളുടെ പ്രതീക്ഷയായിരുന്ന മനുഷ്യരെ ആമേൻ കൊന്നുകളഞ്ഞ സിംഹമാ ആമേൻ. അതിന് ബലമുണ്ട്, അതിന് ശക്തിയുണ്ട്, അതിന് വേഗതയുണ്ട് ആമേൻ. ഞാനിതിനെ എങ്ങനെ പിടിച്ചടക്കും ആമേൻ. എന്നാലും ഇതൊന്നും തന്നെ, ഈ പ്രതികൂല സാഹചര്യങ്ങളൊന്നും തന്നെ ബെനായാവിനെ പിന്നോട്ട് വലിക്കുന്നില്ല ആമേൻ. അവൻ സിംഹത്തെ ചേസ് ചെയ്യുന്ന കാലം ഒട്ടും ബെനായാവിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാലമല്ല ആമേൻ. അതൊരു ഹിമകാലമാണ്. ഹിമകാലം ആമേൻ. സിംഹം ആമേൻ ഇരയെ പിടിക്കാൻ അല്പം ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണ് ആമേൻ. ഒരു ഇരയെ കിട്ടിയാൽ വിടാത്തൊരു കാലമാണ്. ഒരു പക്ഷേ ഈ ഇര ബെനായാവിനെ ആമേൻ ആ കെയ്വിലേക്ക് കൊണ്ടുപോവുകയായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ ആ കെയ്വിൽ അനേക വന്യമൃഗങ്ങൾ കണ്ടേക്കാം. പക്ഷെ ഇതൊന്നും തന്നെ ബെനായാവിനെ ആമേൻ പിന്നോട്ട് വലിക്കുന്നില്ല. ബെനായാവ് ഇതാ സിംഹത്തെ ചേസ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള വീരന്മാർക്ക് ഇല്ലാത്തൊരു പ്രതിസന്ധി എന്തുകൊണ്ട് എന്ന് നാം ദൈവത്തോട് ചോദിക്കുന്ന അവസരങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് നാം തിരുവചനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നാം ആദ്യം വായിച്ച വാക്യങ്ങളിൽ തന്നെ നാം ഇപ്രകാരം പറയുന്നു, അവൻ 30 പേരിലും മാനമേറിയവനായിരുന്നു, എങ്കിലും മറ്റേ മൂവരോളം വരികയില്ല. ഹല്ലേലൂയ. മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസണിൽ മറ്റേ മൂവരോളം വരാത്ത ബെനായാവേ ആമേൻ. മറ്റുള്ളവർക്കില്ലാത്ത പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ കടന്നു വന്നത് എന്തിനാണെന്നറിയാമോ ആമേൻ? അവൻ സിംഹത്തെ ചേസ് ചെയ്ത് ആമേൻ ആ ഗുഹയിൽ ചെന്ന് ആ സിംഹത്തെ കൊന്നു. ബൈബിളിന്റെ ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ സിംഹത്തെ കൊന്ന 3 വ്യക്തി ജീവിതങ്ങളെ ഉള്ളൂ. 1 ശിംശോൻ, 2 ബെനായാവ് രാജാവായ ആമേൻ ദാവീദ്, 3 ബെനായാവ്. ഹല്ലേലൂയ. 30 പേരിൽ മാനമേറിയവനായാലും ആമേൻ 3 വീരന്മാരുടെ കൂട്ടത്തിൽ ആമേൻ മറ്റേ മൂവരോളം അവൻ എത്തുകയില്ലെന്ന് തന്നെ പറയുന്ന തിരുവചനത്തിൽ നാം വായിക്കുന്നു. ഹല്ലേലൂയ. ബൈബിൾ ചരിത്രത്തിലെ ആമേൻ സിംഹത്തെ വലിച്ചു കീറിയ കാട്ടിലെ രാജാവിനെ കൊന്നുകളഞ്ഞ 3 ഒരുവനായി ദൈവം കണ്ടിരുന്നത് ബെനായാവിനെയാ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് പറയാനുള്ളത് നാഥാ ആമേൻ എന്റെ നെയ്ബേഴ്സിനില്ലാത്ത, എന്റെ ചർച്ചിലുള്ളവർക്കില്ലാത്ത, എന്റെ വർക്ക് പ്ലേസിലുള്ളവർക്കില്ലാത്ത പ്രതിസന്ധിയോ പ്രശ്നമോ ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് അറിഞ്ഞേ കൂടാത്ത പ്രതിസന്ധിയും ആമേൻ പ്രശ്നവും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ളത് മറ്റുള്ളവർക്കില്ലാത്ത ഒരു മാന്യത, മറ്റുള്ളവർക്കില്ലാത്ത ഒരു അക്സെപ്റ്റൻസ്, മറ്റുള്ളവർക്കില്ലാത്ത എന്തോ ഒരു നന്മ ആമേൻ ദൈവം ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ ആമേൻ നമ്മുടെ ജീവിതത്തിൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുക. ബെനായാവിനെ കുറിച്ച് വീരന്മാരുടെ വൺ ഓഫ് ദി മൈറ്റീസ് ഓഫ് ഡേവിഡ് എന്ന ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുത്താനല്ല പരിശുദ്ധാത്മാവിന്റെ പദ്ധതി. ബൈബിൾ ചരിത്രത്തിൽ അവന്റെ പേരുകൾ തങ്കലിപികളിൽ എഴുതപ്പെടണം. ഹല്ലേലൂയ. ബൈബിൾ ചരിത്രം 66 പുസ്തകം നാം പരിശോധിക്കുകയാണെങ്കിൽ സിംഹത്തെ കീറിയ, സിംഹത്തെ കൊന്നുകളഞ്ഞ 3 വ്യക്തി ജീവിതങ്ങളേ ഉള്ളൂ. അതിലൊന്ന് ആമേൻ മറ്റുള്ള വീരന്മാരിൽ നിന്നും വ്യത്യസ്തമായ പരീക്ഷ നേരിട്ട ബെനായാവാണ്. ഇതൊന്നും തന്നെ ആമേൻ തന്റെ ലക്ഷ്യത്തിലെത്തുന്നതിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ബെനായാവിനെ പിന്നോട്ട് വലിക്കുന്നില്ല. ആമേൻ വ്യത്യസ്തമായ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായ പരിശോധനയും പ്രതികൂലവും വരുന്നെങ്കിൽ ആമേൻ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായ, മറ്റുള്ളവരിൽ നിന്നും ആമേൻ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മാന്യത ഹല്ലേലൂയ ദൈവം ആമേൻ നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആമേൻ ഒരുപക്ഷെ നാം പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നെന്ന് വരികയില്ല. പ്രതീക്ഷിക്കാത്ത ഹല്ലേലൂയ സമയത്ത് പ്രതീക്ഷിക്കാത്ത ശത്രു മുൻപിൽ വെളിപ്പെട്ടേക്കാം. എന്നാൽ ബെനായാവിന്റെ ദൈവം ആമേൻ ഇന്ന് നമുക്കായി ജീവിക്കുന്നു. അവൻ ശക്തിയില്ലാത്തവന് ശക്തി വർദ്ധിപ്പിക്കുന്നവനാ, അവൻ ബലമില്ലാത്തവന് ബലം കൊടുക്കുന്നവനാ, അവൻ കഴിവില്ലാത്തവനെ കഴിവുറ്റവനാക്കി മാറ്റുന്നവനാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. തുടർന്നും ആമേൻ ബെനായാവിന്റെ അച്ചീവ്മെന്റ്സ് മുന്നോട്ട് പോവുകയാണ്. അവൻ ഹല്ലേലൂയ 5 മുഴം പൊക്കമുള്ള ദീർഘകായനായ ഒരു മിസ്രയീമ്യനെ സംഹരിച്ചു. ഇതേ കാര്യങ്ങൾ തന്നെ 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കോമളനായ ഒരു മിസ്രയീമ്യൻ. ഹല്ലേലൂയ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആമേൻ അവന് ബെനായാവിനേക്കാൾ ഒരുപക്ഷെ സൗന്ദര്യമുണ്ടാകാം, അവൻ ശക്തിയുണ്ടാകാം, പൊക്കമുണ്ടാകാം, ബലമുണ്ടാകാം. ഹല്ലേലൂയ. അവൻ സിംഹത്തെക്കാൾ അടുത്ത ആമേൻ മറ്റുള്ളവർക്കില്ലാത്ത അടുത്ത വ്യത്യസ്തമായ ഒരു പരീക്ഷയിലേക്ക് പരിശുദ്ധാത്മാവ് ബെനായാവിനെ കൊണ്ടുചെല്ലുകയാണ്. ആമേൻ ഇവനേക്കാൾ പൊക്കമുള്ള ഒരു ഈജിപ്ഷ്യൻ. ഹല്ലേലൂയ. ഇവനേക്കാൾ ശക്തിയുള്ള ഒരു ഈജിപ്ഷ്യൻ. ഹല്ലേലൂയ. നമുക്ക് ആ ഈജിപ്ഷ്യന്റെ കരങ്ങളിൽ ഹല്ലേലൂയ നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ഒരു കുന്തമുണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം നേരത്തെ വായിച്ച വീരന്മാരുടെ ലിസ്റ്റ് നാം എടുത്ത് വായിക്കുമ്പോൾ യാശോബയാം 300 പേർക്ക് നേരെ കുന്തം ഓങ്ങി വിജയിച്ചവന്റെ കരങ്ങളിലാണ് കുന്തം വരുന്നത്. അബീശായി 300 പേരുടെ നേരെ കുന്തം ഓങ്ങി അവിടെയും വിജയിച്ചവന്റെ കയ്യിലാണ് കുന്തം. ഹല്ലേലൂയ. സാഹചര്യമോ അല്ലെങ്കിൽ ഈ യുദ്ധം കാണാൻ പോകുന്നവരോ പറയും ജയിക്കുന്നവന്റെ കയ്യിലാണ് കുന്തമുള്ളത്. ഇവിടെ
ഇവിടെ ഇതാ ഈജിപ്ഷ്യന്റെ കയ്യില്, ആ മിസ്രൈമ്യന്റെ കയ്യിലാണ് കുന്തം ഇരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട്, ആമേൻ, പ്രീവിയസ് റിപ്പോർട്ട്സ് കൊണ്ട് ഹല്ലേലൂയ ആമേൻ മനുഷ്യർ പറഞ്ഞേക്കാം, ഇതാ ആമേൻ ബെനായാവിന്റെ ചരിത്രം അവസാനിക്കാൻ പോവുക. കാരണം വിജയിക്കുന്നവന്റെ കരങ്ങളിലാണ് കുന്തം ഉണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഈജിപ്ഷ്യന്റെ കരങ്ങളിലാണ്, ഇത് ശത്രുവിന്റെ കരങ്ങളിലാണ് കുന്തം. ബെനായാവ് അത് തന്റെ നാശത്തിനുള്ള ഉപകരണം എന്ന് ആമേൻ നോർമൽ മനുഷ്യർ കാണുന്ന സ്ഥിതിയിൽ ബെനായാവിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചപ്പോൾ ഹല്ലേലൂയ അത് തന്റെ നാശത്തിനുള്ള ആമേൻ ആയുധമായി അല്ല ബെനായാവ് കണ്ടത്, ശത്രുവിന്റെ നാശത്തിനായി ദൈവം ശത്രുവിന്റെ കരങ്ങളിൽ തന്നെ ആമേൻ അതിന്റെ റിസോഴ്സ് കൊടുത്തു വിട്ടതായിട്ട് ബെനായാവിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചപ്പോൾ നാം കാണുന്നു, വടിയോട് കൂടി ചെന്ന് അവൻ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് ആ കുന്തം പിടിച്ചു പറിച്ച് കുന്തം കൊണ്ട് അവനെ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. ഒരുപക്ഷെ ആമേൻ ഹല്ലേലൂയ ആമേൻ ദാവീദ് ഒരുപക്ഷെ തന്നെ ബെനായാവിൽ കാണുകയാ. ആമേൻ ജയന്റിനെ ഫേസ് ചെയ്യുന്ന ഒരു ബെനായാവ്. അപ്പോൾ ദാവീദിന് ഒരുപക്ഷെ ഗോലിയാത്തിന്റെ മുൻപിൽ നിന്ന അവസ്ഥ ഓർമ്മ വന്ന് കാണും. ഇതാ സിംഹത്തെ കൊല്ലുന്ന ഒരു ബെനായാവ്. ഒരുപക്ഷെ ഹല്ലേലൂയ ആമേൻ താൻ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സിംഹം തന്റെ നേരെ വന്നതിനെ ഓർക്കുകയായിരിക്കാം. ഇതാ വടിയോടുകൂടി ആമേൻ ഒരു ജയന്റിനെ എതിരെ പോകുന്ന ബെനായാവിനെ കാണുമ്പോൾ ദാവീദിന് തന്നെ ഓർമ്മ വന്ന് കാണാം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിൽ നമ്മോട് പറയാനുള്ളത്, പല പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ കരങ്ങളിൽ ഒരു വടിയായിരിക്കാം. എന്നാൽ മോശയോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് പരിശുദ്ധാത്മാവിന് നമ്മോട് ചോദിക്കാനുള്ളത്. നിന്റെ കരങ്ങളിൽ എന്താ? നിന്റെ കരങ്ങളിൽ എന്താ? ഒരുപക്ഷെ ആമേൻ ഹല്ലേലൂയ നാം പലപ്പോഴും ആമേൻ ദൈവമേ എനിക്ക് ആ നന്മയില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ പ്രാർത്ഥിപ്പാൻ കഴിവില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ പാടാൻ കഴിവില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ പ്രസംഗിക്കാൻ കഴിയില്ല, മറ്റുള്ളവരെ പോലെ വാക്ചാതുര്യം ഉള്ളവനല്ല ഞാൻ. ആമേൻ. ദൈവം നമ്മളെ കുറിച്ച് യുദ്ധം ജയിക്കാൻ ആഗ്രഹിക്കുന്നത് നാം കടം മേടിച്ചുകൊണ്ട് പോയ ചില കാര്യങ്ങൾ കൊണ്ടല്ല, നാം വിലയ്ക്ക് വാങ്ങി പോയ കാര്യങ്ങൾ കൊണ്ടുമല്ല. ആമേൻ. ദൈവം എന്തോ ചിലത് നമ്മുടെ ആമേൻ വിജയത്തിന്, ദൈവം എന്തോ ചിലത് നമ്മുടെ നന്മയ്ക്കായി നമ്മുടെ കരങ്ങളിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ വടിയായിരിക്കാം. ദാവീദിനെ സംബന്ധിച്ച് അതൊരു ചെറിയ കല്ലാണ്. ഹല്ലേലൂയ. ആമേൻ. ഗോലിയാത്ത് ചോദിക്കുന്ന ചോദ്യം, നീ വടിയുമായി എന്റെ നേരെ വരുവാൻ? ഹല്ലേലൂയ. അങ്ങനെ ഒരു വാക്യം നാം അവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ വളരെ വില കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം നമ്മളെ കൊണ്ട് യുദ്ധം ജയിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആമേൻ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കൊണ്ടല്ല. ദൈവം യുദ്ധം ജയിക്കുവാൻ വേണ്ട റിസോഴ്സ് നമ്മുടെ കരങ്ങളിൽ നൽകി തന്നിട്ടുണ്ട്. ശത്രു ഒരുപക്ഷെ നമ്മുടെ നേരെ വരുന്നത് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ അപ്പുറത്തും ആമേൻ നിന്നവരെ ആമേൻ തകർത്ത അതേ ആയുധം കൊണ്ടായിരിക്കാം വരുന്നത്. ഈ അവന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ആമേൻ ആ കുന്തം കണ്ടുകൊണ്ട് നാം വിചാരിക്കും, അല്ലെങ്കിൽ മനുഷ്യർ വിചാരിക്കും, ഇതേ കുന്തമാണ് മറ്റുള്ളവന്റെ ജീവൻ അപഹരിച്ചത്, ഇതേ കുന്തമാണ് അവൻ മറ്റൊരു ഫാമിലി അനാഥമാക്കി തീർത്തത്, ഇതേ കുന്തമാണ് അനേകരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയത്. ഒരുപക്ഷെ ശത്രു ആമേൻ അത്ര മറ്റുള്ളവരെ തകർത്ത ആമേൻ അവന്റെ ആയുധവുമായിട്ടായിരിക്കാം വരുന്നത്. ആമേൻ എല്ലാ സാധ്യതകളും നമ്മെ തോൽപ്പിക്കുവാൻ അവന്റെ മുൻപിൽ ഉണ്ടാകാം. ആമേൻ ചിലപ്പോൾ ചില വ്യാധികളുമായിട്ടായിരിക്കും അവൻ നമ്മെ കാണുന്നത്. മറ്റനേകരെ തകർത്ത വ്യാധിയായിരിക്കാം അത്, മറ്റനേകരെ ആമേൻ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞ രോഗമായിരിക്കാം. ചില മെഡിക്കൽ റിപ്പോർട്ട്സുമായിട്ടായിരിക്കാം ശത്രു വരുന്നത്. കണ്ടോ, ഈ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടോ, നിന്റെ ചരിത്രം ഇതോടെ അവസാനിക്കുക. ബെനായാവെ കണ്ടോ കുന്തം? ഹല്ലേലൂയ. അവൻ നിന്റെ ചരിത്രം ഇതോടെ അവസാനിക്കുക. ഈ കുന്തം കഴിഞ്ഞ നാളുകളിൽ അനേകരുടെ ജീവനെടുത്ത് അനേകരുടെ ഓർമ്മയെ നശിപ്പിച്ചു കളഞ്ഞ ഒരു ആയുധമാണ്. എന്നാൽ ബെനായാവ് ഹല്ലേലൂയ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചപ്പോൾ അതെന്റെ തിന്മയ്ക്കല്ല, ശത്രുവിന്റെ നാശത്തിനായി ദൈവം അവന്റെ കരങ്ങളിൽ കൊടുത്ത ഒരായുധമായി ബെനായാവ് അതിനെ കാണുകയാണ്. ഹല്ലേലൂയ. ബെനായാവ് ചെയ്ത 3 വീര്യപ്രവർത്തികൾ ആമേൻ പരിശുദ്ധാത്മാവ് ഓരോന്നായി എണ്ണി ആമേൻ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ആദ്യം വായിച്ച 25-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു, ദാവീദ് അവനെ അകമ്പടി നായകനാക്കി. ഒരുപക്ഷെ ഇത്രയും വ്യത്യസ്തമായ ആമേൻ 3 വ്യത്യസ്തമായ പരീക്ഷണങ്ങളിൽ കൂടി കടന്നുപോയ ഒരു വീരൻ ബെനായാവ് മാത്രമായിരിക്കാം. എങ്കിലും ആമേൻ ദാവീദ് അവനെ അകമ്പടി നായകനാക്കി. ആമേൻ. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, ദാവീദ് അവനെ അകമ്പടി നായകനാക്കി. ഹല്ലേലൂയ. ദാവീദ് അവനെ തിരഞ്ഞെടുത്തു. ബെനായാവ് ചെയ്തതെല്ലാം തന്നെ ദാവീദിനാണ്. കാരണം അവൻ ബെനായാവിനറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഹത്തിന്റെ കാര്യം ദാവീദിനോട് പറഞ്ഞാൽ ദാവീദ് പറയുന്നു, ഐ ഹവ് ബീൻ ദേർ. അവൻ ജയന്റിന്റെ കാര്യം ദാവീദിനോട് ബെനായാവ് പറഞ്ഞാൽ ദാവീദ് പറയും, ഐ ഹവ് ബീൻ ദേർ. അവൻ ബെനായാവിനറിയാം അവന്റെ ലീഡർ ആരാണ്, അവന്റെ രാജാവ് ആരാണെന്ന് യഥാർത്ഥത്തിൽ അറിയാം. അവൻ അവന്റെ രാജാവ് ഒരു ഭീരുവല്ല, അവന്റെ രാജാവ് ഒരു യോദ്ധാവാണ്. അവന്റെ രാജാവ് കടന്നുപോയ അതേ പരീക്ഷണങ്ങളിലൂടെയാണ് ഞാനും കടന്നു പോകുന്നത്. അവൻ
തന്റെ രാജാവിനെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്, ദാവീദിനെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്, ദാവീദിന് ബലം കൊടുത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് ഇതാ ബെനായാവ് മുന്നോട്ട് പോവുകയാണ്. ബെനായാവിന് ശരിക്കും അറിയായിരുന്നു അവന്റെ ലീഡർ ആരാണെന്ന്. അവൻ തിരുവചനത്തിൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധിയാ, ആ ദിവസം വരെ കാക്കുവാൻ എന്റെ നാഥൻ ശക്തനാണ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ലീഡർ ആരാണ്, നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് ആരാണ് എന്ന ഉത്തമ ബോധ്യം ഹല്ലേലൂയ ആമേൻ നമ്മളിൽ ഭരിക്കട്ടെ. ആമേൻ പ്രതിസന്ധി വരുമ്പോൾ ആമേൻ കർത്താവ് നമ്മോട് പറയാം, ഐ ഹാവ് ബീൻ ദേർ. ഹല്ലേലൂയ, ഞാൻ ഇതിലൂടെ കടന്നു പോയതാ. ആമേൻ ഹല്ലേലൂയ, ദുഷിയിലൂടെ ഞാൻ കടന്നു പോയതാ, നിന്ദയിലൂടെ ഞാൻ കടന്നു പോയതാ, അപമാനത്തിലൂടെ ഞാൻ കടന്നു പോയതാ, അടിയിലൂടെ ഞാൻ കടന്നു പോയതാ. ആമേൻ ഹല്ലേലൂയ, തുപ്പല് ഞാൻ ഏറ്റവനാ. ആമേൻ ഹല്ലേലൂയ. ആമേൻ എന്റെ ശരീരം തകർക്കപ്പെട്ടതാ, എന്റെ ആമേൻ മനസ്സ് നുറുങ്ങും വണ്ണം ഹല്ലേലൂയ അവരെന്നെ പരിഹസിച്ചതാ. ആമേൻ ആമേൻ. എന്നാൽ ആമേൻ ദാവീദ് ആമേൻ ഇതൊന്നും സഹായിപ്പാൻ ബെനായാവിനോട് കൂടെയില്ല. എന്നാൽ നമ്മുടെ ലീഡർ അങ്ങനെയുള്ള ഒരുവനല്ല. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഉപനിധിയാ. അവൻ ലോകാവസാനത്തോളം നമ്മോട് കൂടെ ഉണ്ടാകുമെന്നും നമുക്ക് ശക്തി തരാമെന്നും നമുക്ക് ജ്ഞാനം നൽകാമെന്നും നമ്മുടെ മേൽ കൃപയാൽ നിറച്ചുകൊണ്ട് നമ്മെ വഴി നടത്താമെന്നും പറഞ്ഞ ഒരേ ഒരു ലീഡർ നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു മാത്രമാണ്. ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ഹല്ലേലൂയ, നമുക്ക് നോക്കുവാൻ ഒരു നായകനുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിങ്കലേക്ക് ആകട്ടെ നമ്മുടെ നോട്ടം, നമ്മുടെ സ്റ്റെപ്പുകൾ. നാം വിശ്വാസ ജീവിതമെന്നാണ് ക്രിസ്തീയ യാത്രയെ നാം പറയുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കാൽ ചൂടെടുത്തു വെക്കുമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനായ ക്രിസ്തുവുണ്ട്. നമുക്ക് നോക്കുവാൻ അവൻ വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്ന ഒരു നായകൻ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൾ വിരാമം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറാനായി, ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തം നിറവേറാനായി ദൈവകരങ്ങളിൽ ശക്തിയോടെ അവൻ ദൈവം എടുത്ത് ഉപയോഗിച്ച ഒരു ധീരനായ മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് നാം കേൾക്കുവാൻ ഇടയായി തീർന്നത്. പരാക്രമശാലിയായ യഹോയാദയുടെ മകനായ അവൻ ബെനായാവ്. അവൻ തനിക്ക് ക്വിറ്റ് ചെയ്യാനുള്ള അവൻ നമ്മളെക്കാൾ അധികം റീസൺസ് തനിക്കുണ്ടായിരുന്നു. അവൻ തനിക്ക് ക്വിറ്റ് ചെയ്യാൻ ഒത്തിരി റീസൺസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ക്വിറ്റ് ചെയ്യാൻ തന്നെ പ്രേരിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ബെനായാവിന്റെ ചരിത്രം അതോടെ അവസാനിക്കുന്നില്ല. ആമേൻ. തിരുവചനത്തിൽ നാം വായിക്കുന്നു, ഹല്ലേലൂയ, 1 ദിനവൃത്താന്തം 22-ന്റെ 8-ാം അധ്യായത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, യഹോവ ദാവീദിനോട് പറഞ്ഞു, നിനക്കൊരു മകൻ ജനിക്കും, അവൻ വിശ്രമ പുരുഷനായിരിക്കും, അവന്റെ ചുറ്റുമുള്ള ശത്രുക്കളെ നീക്കി അവന് വിശ്രമം കൊടുക്കും, അവന്റെ പേർ ശലോമോൻ എന്നായിരിക്കും, അവന്റെ കാലത്ത് ഞാൻ ഇസ്രായേലിന് സമാധാനവും സ്വസ്ഥതയും നൽകിത്തരും. ഹല്ലേലൂയ. ദാവീദിനോടുള്ള ആമേൻ ഹല്ലേലൂയ, ദാവീദിനോട് രാജത്വം ദാവീദിൽ സ്ഥിരമാകേണ്ടതിന് വേണ്ടി ദൈവകരങ്ങളിൽ ശക്തിയോടെ ശോഭിച്ച ബെനായാവ് അതുകൊണ്ട് തന്റെ ദൗത്യം തീരുന്നില്ല. അവൻ ദാവീദിന്റെ തലമുറയോടുള്ള വാഗ്ദത്തവും അവൻ നിറവേറാനായിട്ട് ദൈവകരങ്ങളിൽ ശോഭിച്ച ഒരു വ്യക്തിയാണ് ഹല്ലേലൂയ ബെനായാവ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ഹല്ലേലൂയ, ദാവീദ് വയസ്സ് ചെന്നു, അവന് പ്രായമേറി വന്നു, എന്നാൽ വാഗ്ദത്തം കിടക്കുന്നത് ശലോമോന്റെ മേല. അദോനിയാവ് ഒരു കൂട്ടുകെട്ടുണ്ടാക്കുക. അപ്പോൾ ദാവീദിന്റെ സൈന്യാധിപനായ യോവാബ് അദോനിയാവിന്റെ പക്ഷം ചേരുക. ഹല്ലേലൂയ. ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്ന അബ്യാഥാർ പുരോഹിതൻ അദോനിയാവിന്റെ പക്ഷം ചേരുക. ഹല്ലേലൂയ. ഇപ്പോൾ ദാവീദിന് ബലമില്ല, ഇപ്പോൾ ദാവീദിന് ശക്തിയില്ല. ദാവീദ് ഇപ്പോൾ വയസ്സ് ചെന്നു. എന്നിട്ടും ദാവീദിനോട് വിശ്വസ്തനായിരുന്ന ഒരു ബെനായാവ്, എന്നിട്ടും ദാവീദിനോട് വിശ്വസ്തത കാണിച്ച ഒരു ബെനായാവ്. ബെനായാവിന്റെ ചരിത്രം ഹല്ലേലൂയ ദാവീദിനോടുള്ള വിശ്വസ്തത കൊണ്ട് തീരുന്നില്ല. കാരണം ബെനായാവിന്റെ ഫോക്കസ് ദൈവം ഇസ്രായേലിനെ കുറിച്ച് അരുളി ചെയ്ത വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ദാവീദിന്റെ ഫാമിലിയോട് യോവാബ് പോലും ദാവീദിന്റെ വൃദ്ധനായ ദാവീദിന്റെ ആ ഒരു അവസ്ഥയിൽ ബലമില്ലാതായിരിക്കുന്ന അവസരത്തിൽ യോവാബ് ദൈവഹിതത്തിന് വിരോധമായി അദോനിയാവിനോടൊപ്പം സപ്പോർട്ട് ചെയ്യാൻ ചേരുകയാ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ഹിതവും വാഗ്ദത്തവും ശലോമോന്റെ മേലെ കടക്കുന്നത് അത് തിരിച്ചറിഞ്ഞ യഹോയാദയുടെ മകനായ ബെനായാവ് ശലോമോനെ രാജാവാക്കാൻ രാജാവിന്റെ സന്നിധിയിൽ ചേരുകയാ. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 26-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, നാഥാൻ പ്രവാചകനെയും പുരോഹിതനായ സാദോക്കിനെയും ബെനായാവേയും ഹല്ലേലൂയ അദോനിയാവ് ക്ഷണിച്ചില്ല. ദൈവഹിതത്തിന്റെ വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയവന് സപ്പോർട്ട് പറയാഞ്ഞതുകൊണ്ട്, ഓശാന പാടാഞ്ഞതുകൊണ്ട് അദോനിയാവിന്റെ വിളി അല്ലെങ്കിൽ ക്ഷണം യഹോയാദയുടെ മകനായ ബെനായാവിന് ലഭിക്കുന്നില്ല. എന്നാൽ 32-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു,
ദാവീദ് പറയുന്നുണ്ട്, പുരോഹിതനായ സാദോക്കിനെയും പ്രവാചകനായ നാഥാനെയും യഹോയാദയുടെ മകനായ ബെനായാവെയും വിളിക്കുവിൻ. അവൻ ഒരു സൈഡിൽ ദൈവഹിതമല്ലാത്തവന്റെ കൂട്ടുകെട്ടിൽ നിന്നുള്ള വിളി അവൻ ബെനായാവ് അത് കാര്യമാക്കുന്നില്ല. ആ ക്ഷണം എനിക്ക് വേണ്ട, ആ അക്സെപ്റ്റൻസ് എനിക്ക് വേണ്ട. അവൻ ഇപ്പോഴും ഒരുപക്ഷെ ദാവീദിന്റെ അകമ്പടി നായകനായിട്ടായിരിക്കാം ബെനായാവ് സേവ ചെയ്യുന്നത്. ദാവീദിന്റെ കാലത്ത് മുഴുവൻ യോവാബായിരുന്നു സൈന്യാധിപൻ. എന്നാൽ ശലോമോനെ രാജാവാക്കുന്നതിലും രാജത്വം തന്റെ കരങ്ങളിൽ സ്ഥിരമാക്കുന്നതിലും ബെനായാവ് വഹിച്ച പങ്ക് ചെറുതല്ല. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നാം വായിക്കുന്നു, ബെനായാവ് ശിമയിയെ ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് രാജാവ് യഹോയാദയുടെ മകനായ ബെനായാവോട് കൽപ്പിച്ചു. അവൻ ചെന്ന് ശിമയിയെ വെട്ടിക്കൊന്നു. അങ്ങനെ രാജത്വം ശലോമോന്റെ കയ്യിൽ സ്ഥിരമായി. അപ്പനായ ദാവീദിന്റെ കയ്യിലും മകനായ ശലോമോന്റെ കയ്യിലും യഹോവയുടെ ഹിതം നിറവേറേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ രാജത്വം അവരുടെ സ്ഥിരമാകേണ്ടതിന് വേണ്ടി ദൈവകരങ്ങളിൽ ശക്തിയായി ശോഭിച്ച ബെനായാവ് എന്നൊരു മനുഷ്യനെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിച്ചത്. ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്ത അദോനിയാവിന്റെ വിളി ക്ഷണം വേണ്ടെന്ന് വെച്ചൊരു ബെനായാവ്, ദൈവഹിതമല്ലാത്ത അക്സെപ്റ്റൻസും പോപ്പുലാരിറ്റിയും ഫെയിമും എനിക്ക് വേണ്ടാന്ന് വെച്ചൊരു മനുഷ്യൻ. ഹല്ലേലൂയ. ഒരുപക്ഷെ താൻ പോപ്പുലാരിറ്റിക്കും ഫെയിമിന് വേണ്ടി അല്ലായിരിക്കാം ഈ യുദ്ധങ്ങളൊക്കെ ചെയ്തത്. ഹല്ലേലൂയ. എന്നാൽ ബെനായാവിനെ മാനിച്ച ഒരു ദൈവമുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ശലോമോന്റെ മെയിൻ സൈന്യാധിപനായി വരുന്നത് മറ്റാരുമല്ല, യഹോയാദയുടെ മകനായ ബെനായാവാണ്. ഹല്ലേലൂയ. പോപ്പുലാരിറ്റിക്കും ഫെയിമിനും വേണ്ടി ദൈവത്താൽ എഴുന്നേൽക്കപ്പെട്ട അനേകർ ഓടുമ്പോൾ തങ്ങളെ ദൈവം എന്തിന് എഴുന്നേൽപ്പിച്ചു എന്നുള്ള പർപ്പസും മറന്ന് പല കാര്യങ്ങളിൽ പോപ്പുലാരിറ്റിക്കും ഫെയിമിനും ധനത്തിനും വേണ്ടി ഓടുമ്പോൾ ഇതാ യഹോയാദയുടെ മകനായ ബെനായാവ് നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ആണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം ദാവീദ് രാജാവാകുമെന്ന് മനസ്സിലാക്കിയ ബെനായാവ് ദാവീദിന്റെ രാജ്യത്വം തന്നിൽ സ്ഥിരമാക്കേണ്ടവൻ അവസാനത്തോളം അവനോട് കൂടെ നിന്നു. എന്നാൽ ദാവീദ് വൃദ്ധനായി ഇനി എന്റെ ജോലി അവസാനിപ്പിക്കാമെന്നല്ല അടുത്ത വാഗ്ദത്വവും ബെനായാവ് കേട്ടു. രാജത്വം ശലോമോനാണ് വരേണ്ടത്. അവിടെയും യോവാബിനെ കൊല്ലുവാൻ ഹല്ലേലൂയ ശലോമോൻ നിയോഗിക്കുന്നത് ബെനായാവിനെയാണ്, വിശ്വസ്തനായ ബെനായാവ്. ദാവീദിന്റെ കുടുംബത്തോട് ഇത്രയും വിശ്വസ്തത കാണിച്ച ബെനായാവിനെ തന്നെയാണ് ശലോമോൻ ഹല്ലേലൂയ സൈന്യാധിപൻ ആക്കുന്നത്. ഹല്ലേലൂയ. ബെനായാവ് ചെയ്തതൊന്നും തന്നെ തനിക്ക് വേണ്ടിയായിരുന്നില്ല. അവൻ ചെയ്തതെല്ലാം തന്റെ രാജാവായ ദാവീദിന് വേണ്ടിയായിരുന്നു. താൻ ചെയ്തതെല്ലാം ദൈവത്തിന്റെ ഹിതം നിറവേറാനാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, ബെനായാവിനെ പോലെ നാമും എഴുന്നേൽപ്പിക്കപ്പെട്ടവരാ. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്തത് കുഴഞ്ഞ ചെളിയിൽ നിന്നും കുഴഞ്ഞ ആ ചേറ്റിൽ നിന്നും നാശകരമായ കൂപത്തിൽ നിന്നും ഒരു യോഗ്യതയും പറയാനില്ലാത്ത ഇടത്തു നിന്നും. ബെനായാവ് ഒരു പരാക്രമശാലിയുടെ പരമ്പരയിൽ പിറന്നവനാ. എന്നാൽ ദൈവരാജ്യത്തിന് പുറം ജാതിക്കാരായിരുന്നു നമ്മെ ദൈവം തിരഞ്ഞെടുത്ത് എഴുന്നേൽപ്പിച്ചത് മഹാരാജാവിന് വേണ്ടി വേല ചെയ്യുവാനാ. തിരുവചനം പറയുന്നു, അവൻ ധന്യനായ ഏകാധിപതിയാ, അവൻ രാജാതി രാജാവാ, അവൻ കർത്താതി കർത്താവാ, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അദോനിയാവിന്റെ വിളി വേണ്ടാന്ന് വെച്ച ബെനായാവിനെ 32 നാം വായിക്കുന്നു, ദാവീദ് വിളിക്കുക ബെനായാവെ വിളിക്കുക. ഹല്ലേലൂയ. ഒരു നാൾ നമ്മുടെ മഹാരാജാവ് വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അന്ന് തന്റെ കോടാനുകൂടി ശുദ്ധന്മാരോടൊപ്പം അബ്രഹാമുള്ള ആ സമയത്ത് അബ്രഹാമിന്റെ പ്രസൻസിൽ, മോശയുടെ പ്രസൻസിൽ, ഏലിയാവിന്റെ പ്രസൻസിൽ, എലീശയുടെ പ്രസൻസിൽ നമ്മുടെ പേര് ദാവീദ് ബെനായാവിന്റെ പേര് വിളിച്ചതുപോലെ നമ്മുടെ പേര് മഹാരാജാവ് വിളിക്കുന്ന. അതിനുവേണ്ടിയാ നമ്മുടെ ഓട്ടം, അതിനുവേണ്ടിയാ നമ്മുടെ അധ്വാനം, അതിനുവേണ്ടി ആയി തീരട്ടെ നമ്മൾ കർത്താവിന് വേണ്ടി പ്രയത്നിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഹല്ലേലൂയ കർത്തൃദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും അടിയനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എന്റെ എളിയ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.